ആണിണകളെ കൊന്നു തിന്നുന്ന പെൺചിലന്തികൾ. വേഴ്ചയ്ക്ക് ശേഷം ആണിണയെ കൊന്നു തിന്നുന്ന പെൺചിലന്തികളെ പോലെ ഉഭയസമ്മതപ്രകാരം ആണിണകളുമായി കിടക്ക പങ്കിടുകയും പിന്നീട് പൊതുസമൂഹത്തിനു മുമ്പിൽ അവരെ അപകീർത്തിപ്പെടുത്തി പണം തട്ടുകയും ചെയ്യുന്ന പെൺചിലന്തികളായി മാറുന്ന ഹണി ട്രാപ്പിന്റെ നാടായി മാറുകയാണോ കേരളവും? ഹണി ട്രാപ്പ് സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. ഹണി ട്രാപ്പിലൂടെ പ്രമുഖ IT വ്യവസായിയിൽ നിന്ന് 30 കോടി തട്ടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുരുക്കി 20 കോടി രൂപ തട്ടിയ ദമ്പതികൾ അറസ്റ്റിലായി. തൃശൂർ ആഡംബര കാറുകളും ആവശ്യത്തിനേറെ പണവും അല്പമൊക്കെ ലൈംഗിക ആസക്തിയുമുള്ളവരെയൊക്കെ നോട്ടമിട്ട് ഹണി ട്രാപ്പ് ഒരുക്കി അതിസമ്മർദ്ദമായി കുരുക്കിയ ശേഷം അവരുടെ സകല സമ്പത്തും പൊന്നായും പണമായും ഫ്ളാറ്റായും ആഡംബര കാറുകളായും തട്ടിയെടുത്ത ശേഷം പിന്നീട് അവർക്കെതിരെ പോലീസിൽ ലൈംഗിക പീഡന പരാതി നൽകിയും നവമാധ്യമങ്ങളിൽ ഭീഷണി ലൈവിട്ടും അപകീർത്തിപ്പെടുത്തുന്ന ആൺ പെൺ സംഘങ്ങൾ സാംസ്കാരിക കേരളത്തിന് അപമാനമാവുകയാണ്. ഇത്തരം പെണ്ണാരോപണങ്ങളിൽ ആണൊരുത്തൻ മാത്രമാണോ പ്രതി? ആരോപണങ്ങളിലെ സത്യവും അസത്യവും പരിശോധിക്കാതെയുള്ള അറസ്റ്റുകളും ജയിൽവാസവും മൂലം നിരപരാധികളായ ആണുങ്ങളിൽ പലരുടെയും വ്യക്തിജീവിതത്തെയും പൊതുസമൂഹത്തെയും മാത്രമല്ല കുടുംബജീവിതത്തെയും തകർത്തെറിഞ്ഞ എത്രയെത്രയോ സംഭവങ്ങൾ. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. ഇതവരെ വെള്ളപൂശുകയല്ല, മറിച്ച് നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ. ഈ വിഷയം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ശക്തമായ ഭാഷയിൽ, വ്യക്തമായ തെളിവുകളോടെ. കാത്തിരിക്കുക വരും ദിവസങ്ങളിൽ A to Z ന്യൂസ് മലയാളം 24-ൽ.